അടച്ചുപൂട്ടുന്ന പള്ളിക്കൂടങ്ങളും പൊളിഞ്ഞു വീണ പാലാരിവട്ടം പാലവുമായിരുന്നു. പാലാരിവട്ടം പാലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ബ്രാൻഡെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് സഖാവ് പിണറായിയും അതിലൂടെ ഉണ്ടായ വിശ്വാസ്യതയുമാണ്. സിൻസിയറാണ്, ആത്മാർത്ഥതയാണ്, സത്യസത്യ. ബ്രൂവറി ലൈസൻസ് കേൾക്കൂ. ബ്രൂവറി ലൈസൻസ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ആഴക്കടൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനം, അവസാനം അത് നിർത്തിവെക്കുന്നു, സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ? ശബരിമല വിഷയം, അവസാനം നയം മാറ്റുന്നു. ഏത് വിഷയത്തിലാണ് സാർ നിങ്ങളുടെ സർക്കാർ സ്ഥിരമായിട്ട് നിന്നത്? ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ റഹീം ഒരു വശത്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ മറുവശത്ത്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ മറുവശത്ത്. തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ ഇങ്ങോട്ട് താൻ അവിടെ ഉണ്ടല്ലോ. ജനങ്ങൾ കൂടുതൽ അടുത്തറിയുകയാണ്. സുതാര്യത, സത്യസന്ധത, വിഷയങ്ങളിലെ വ്യക്തത, ദൃഢത, ഇതെല്ലാം തന്നെ സഖാവ് പിണറായി വിജയനെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു നേതാവായി വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കൃത്യമായി പറഞ്ഞാൽ ഒരു 17 വയസ്സുകാരനെ മുതൽ ഒരു 70 വയസ്സുകാരനെയോ വയസ്സുകാരിയോ വരെ ഒരുപോലെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇടമായി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. ആരാണ് സാർ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനകീയമായ സമീപനം വഴി ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് നിങ്ങൾ ആശ്രയം നൽകിയ, മാധ്യമങ്ങൾക്ക് പോലും പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. എന്തിനാണ്? എന്റെ 2 കുട്ടികളെ കൊന്ന ആൾക്കാരോട് കൃത്യമായ രീതിയിൽ നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെതിരെ. കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 ചെറുപ്പക്കാരുണ്ടല്ലോ. ആ ചെറുപ്പക്കാർക്ക് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ടുള്ള നീതി നിങ്ങൾ ഏർപ്പെടുത്തിയോ? ഞാനും ജിമ്മിയും താങ്കളും ഉൾപ്പെടെ ഇവിടുത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണം 1 കോടിയോളം രൂപ എടുത്തിട്ട് ഇവിടെ അനുവാദമില്ലാത്ത, ഇവിടെ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന CBI എൻക്വയറി വേണ്ട എന്ന് പറയുന്നു. എവിടെയാണ് സാർ മാനവികത? വാളയാർ വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും ആ ഒരു അമ്മയെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നഗ്നനായി നിൽക്കുകയാണ്. ആൾക്കാർ ഇവിടെ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഈശ്വരനെ ഓർത്ത് കുഞ്ഞുട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. കാലത്ത് വന്ന് തണലിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുക. വൈകുന്നേരം ആകുമ്പോ കൂലി ഞാൻ തന്നോളാം. 2.5 വർഷ കാലയളവിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ കീപ്പ് ചെയ്ത നിങ്ങളുടെ ശബരിമല നയം, ആ നയത്തിന് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് 4 വോട്ടിന് വേണ്ടി ചർച്ചയാകാം എന്ന് മുഖ്യമന്ത്രി പറയുന്നതിലെ സാങ്കത്യം എന്താണ്? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? സർക്കാരിന് മുമ്പിൽ ഇപ്പോഴുള്ളത് സുപ്രീം കോടതി വിധി വരട്ടെ. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ വിധിയെ ആസ്പദമാക്കി എല്ലാവരുമായിട്ടും ചർച്ചയാകാം. സർക്കാർ എല്ലാവരുടേതുമാണ്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ചെയ്യും. ഇതിലൊരു തെറ്റുമില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇത്രയും കാലം ഞങ്ങൾ വിശ്വാസികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ സർക്കാർ എന്ന് അവർക്കിത് തോന്നിയില്ലേ? 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് മാത്രം ഈ സമവായ ചർച്ച എന്നതിന്റെ പ്രസക്തി എന്താണ്? ഞങ്ങൾ ഇപ്പോഴൊന്നല്ല, ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട്, വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത സമീപനം എന്താ? പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടേണ്ടിയെന്ന് വന്നില്ല. അങ്ങ് കേൾക്കൂ, ഇതിന്റെ നേരെ അപ്പുറത്തെ വശം എന്തുകൊണ്ട് താങ്കൾ ചിന്തിക്കുന്നില്ല? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഈ വിഷയത്തിൽ RSSന്റെ നിലപാട് ആദ്യം എന്തായിരുന്നു? ഈ വിധി വന്നപ്പോൾ RSS എങ്ങനെയാണ് ഇതിനെ സ്വാഗതം ചെയ്തത്? എന്തായിരുന്നു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്? എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്? ഇവരെല്ലാവരും ആദ്യം സ്വാഗതം ചെയ്തു. പക്ഷേ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരാൾ, താങ്കൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ജനങ്ങളുടേതുമാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ചിന്തിച്ചിരുന്ന ഈ 2 പാർട്ടിക്കാരും അവരുടെ അഭിപ്രായം മാറ്റി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ മാറിയവർ എന്തുകൊണ്ട് കേന്ദ്രത്തിലെങ്കിൽ നിയമനിർമ്മാണത്തിന് മുതിർന്നില്ല? ഞാനതിനെ നിയമനിർമ്മാണം സാധ്യമാണെന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടലല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്നവർ അപ്പം ചുട്ടെടുക്കുന്നത് പോലെയല്ലേ കാശ്മീർ വിഭജിച്ചത്? ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ വെട്ടി നുറുക്കിയത്? ഈ പുതിയ കാലവും പുതിയ തലമുറയും എന്തുകൊണ്ട് സഖാവ് പിണറായിക്ക് പിന്നിൽ കൈയടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബ്രാൻഡ് പിണറായി എന്നാണല്ലോ നിങ്ങളുടെ, എന്തുകൊണ്ട് കൈയടിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്, ട്രാൻസ്പെറൻസിയാണ്. ഈ പറയുന്ന പിണറായി ഫാക്ടർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അദ്ദേഹം തന്നെ ഈ അടുത്തിടെ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. എന്തായിരുന്നു സാർ മദ്യനയം? താങ്കളുടെ ഈ 600 700 പോയിന്റുള്ള കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ, അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും. അതും ശരിയാണല്ലോ. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. എത്ര ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്? 29 അല്ലേ? UDF ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പൊ എത്രയാണ്? കണക്കുണ്ടോ? 600 700? എവിടെയാണ് സാർ കുറച്ചിരിക്കുന്നത്?
ഇവിടെ പറഞ്ഞല്ലോ, വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും. എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത്? ഈ ഹൈടെക് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റും. ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ച് കുട്ടികൾ മരിക്കുന്നു സാർ. PR-ന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പണം ഉപയോഗിച്ച് മാധ്യമങ്ങൾ വഴി നിങ്ങൾ തിരുകി കയറ്റുന്നു. അടച്ചുപൂട്ടുന്ന പള്ളിക്കൂടങ്ങളും പൊളിഞ്ഞു വീണ പാലാരിവട്ടം പാലവുമായിരുന്നു. പാലാരിവട്ടം പാലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ബ്രാൻഡെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് സഖാവ് പിണറായിയും അതിലൂടെ ഉണ്ടായ വിശ്വാസ്യതയുമാണ്. സിൻസിയറാണ്, ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇവിടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സത്യസന്ധനായിരുന്നു, അഴിമതിയില്ലാത്തയാളായിരുന്നു. ആര്? ശ്രീ ജി സുധാകരൻ. അങ്ങനെ ഒരാളെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? അതാണ് ഞാൻ പറഞ്ഞത്, പാരലലുകൾ ഇല്ല. തോമസ് ഐസക് ഒരു പാരലായിരുന്നു, ഇന്നില്ല. ജി സുധാകരൻ ഒരു പാരലായിരുന്നു, ഇന്നില്ല. അതൊരു ചോദ്യമല്ലേ? ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. പ്രതിപക്ഷം എപ്പോഴും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിരിക്കണം. ശരിയെന്ന് പറയാൻ മടിയില്ലാത്ത പ്രതിപക്ഷമായിരിക്കണം. ഏത് ശരിയാണ് അവർ സമ്മതിച്ചത്? ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ വന്നിരുന്ന സ്പ്രിംഗ്ലർ വിഷയം അവസാനം പറഞ്ഞത്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ശരിയില്ല. സ്പ്രിംഗ്ലറിന് എന്ത് സംഭവിച്ചു? ചോദ്യമാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. വേവ് ക്യൂ ആപ്പ് ആരും അറിയാതെ നൈസായി സൈഡിൽ കൂടി വലിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞോട്ടെ, ബ്രൂവറി ലൈസൻസ് കേൾക്കൂ. ബ്രൂവറി ലൈസൻസ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ആഴക്കടൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനം, അവസാനം അത് നിർത്തിവെക്കുന്നു. സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ? ശബരിമല വിഷയം, അവസാനം നയം മാറ്റുന്നു. ഏത് വിഷയത്തിലാണ് സാർ നിങ്ങളുടെ സർക്കാർ സ്ഥിരമായിട്ട് നിന്നത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഈ മൊബിലിറ്റി PwC, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, എവിടെയാണ് സാർ നിങ്ങൾ സ്ഥിരത കാട്ടിയത്? ഞാൻ ചോദിച്ച ചോദ്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ചിലക്കാണ്ടിരിക്കാൻ പറ. ഇവിടെ കേരളത്തിൽ K-ഫോൺ അംബാനിയേക്കാൾ വേഗതയിൽ കേരളത്തിന്റെ സർക്കാർ കാര്യം മുറ പോലെ എന്ന് ഞാനും താങ്കളുടെയും കുട്ടിക്കാലം മുതൽ കേട്ടു തുടങ്ങിയതാണ് ശ്രീത്തെ. സർക്കാർ കാര്യം മുറ പോലല്ല. ചുവപ്പ് നാടുകൾക്കപ്പുറത്ത് കാര്യങ്ങൾ നടക്കും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേറൊരു ഭരണാധികാരിയാണെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുമോ? അപ്പൊ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറി പിൻപോട്ട് പോകലല്ല, തീ കൊണ്ട് കളിക്കലാണെന്ന് കരുതി ഉമ്മൻചാണ്ടി തൊടാതിരുന്ന മേഖലകളെല്ലാം തൊട്ടു. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത മുഖത്തേക്ക് നോക്കണ്ട. K-ഫോൺ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമാണ്. അതിലേക്ക് അംബാനി വരില്ല എന്ന് താങ്കൾക്ക് ഈ ഫ്ലോറിൽ വെച്ച് ഉറപ്പുവരുത്താൻ പറ്റുമോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന സ്പ്രിംഗ്ലർ തൊട്ട് തുടങ്ങി വേവ് ക്യൂ ആപ്പിന്റെ നിർമ്മാണത്തിനുള്ള കരാർ കൊടുക്കുന്ന മാർഗം മുതൽ മൊബിലിറ്റി മുതൽ ബ്രൂവറി, ഡിസ്റ്റിലറി ലൈസൻസ്, പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ IT വകുപ്പിലുള്ള അനധികൃത നിയമനങ്ങൾ ഉൾപ്പെടെ ശ്രീ ശിവശങ്കറിനെതിരെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിജിലൻസ് തന്നെ എടുത്തിരിക്കുന്ന കേസുകൾ തുടങ്ങി ഇങ്ങോട്ട് വന്നിപ്പോൾ അവസാനം ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ തന്നെ നിൽക്കുന്ന വിഷയങ്ങളിൽ പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്തൽ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ബ്രാൻഡ് പിണറായി എന്ന് പറയുന്നത് പലപ്പോഴും നിലപാടുകളിൽ എടുത്തിരിക്കുന്ന യൂട്ടേണാണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ പിണറായി വിജയന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ യൂട്ടേൺ എടുത്തു പോകും. ആ നിലയിലേക്കുള്ള വിശ്വാസതയാണ് ഇന്ന് ശ്രീ പിണറായി വിജയൻ എനിക്കുള്ളത്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. അടുക്കളയും ജീവിതവും എല്ലാറ്റിനും മുകളിലും എല്ലാ മനുഷ്യന്റെയും ജീവിതവുമാണ്. അതിനപ്പുറത്തൊരു രാഷ്ട്രീയവുമില്ല. ജീവിതവും വിശപ്പുമാണ്. ജീവിത നിലവാരം വർദ്ധിപ്പിക്കലാണ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അത് ഏറ്റവും ഫലപ്രദമായി ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഒരു ബദൽ ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ നടപ്പിലാക്കി സത്യസന്ധമായ പൊതുപ്രവർത്തകനായി മാറി സഖാവ് പിണറായി വിജയൻ എന്ന സാധാരണക്കാരനായ മനുഷ്യൻ. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?